ഹായ് ഹലോ, ഇന്ന് നമുക്ക് ഇലയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് തേങ്ങ, ശർക്കര, ഏലക്കാപ്പൊടി ഇവ മൂന്നും കൂടെ ഒരു പാനിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വിളയിച്ചെടുക്കണേ. നന്നായിട്ട് വിളയിച്ച് അതിനിടയ്ക്ക് തന്നെ നെയ്യ് കൂടെ ചേർക്കണം. നെയ്യ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു പീസ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ആ ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കുമ്പോൾ അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ നമുക്ക് വിളയിക്കാതെ വയ്ക്കാം, അതായത് തേങ്ങ ശർക്കര സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ അതിലേക്ക് വയ്ക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതൊരു സൂപ്പർ ടേസ്റ്റാണ്. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അതിനുശേഷം വാഴയിലയിലാണ് ഇലയപ്പം ഉണ്ടാക്കുന്നത്. നമുക്ക് വട്ടയിലയിൽ ഉണ്ടാക്കാം, ഇതിപ്പോൾ വാഴയിലയിലാണ് ഉണ്ടാക്കുന്നത്. വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെച്ചു. അതിനുശേഷം ഇത് ചക്കയാണ്, വരിക്ക ചക്കയാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതിനെ ഒന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് എടുക്കുക. അതിലേക്ക് ഗോതമ്പ് മാവാണ് ഞാൻ ചേർക്കുന്നത്. അരിമാവിൽ വേണമെങ്കിൽ നമുക്ക് അരിമാവിൽ ഉണ്ടാക്കാം. അപ്പോൾ ഗോതമ്പ് മാവും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് നല്ല മിക്സാക്കി ഈ ഒരു പരുവം, അതായത് ഇതിപ്പോൾ ഞാൻ അടുപ്പിൽ വെള്ളം വെച്ച് ആവി ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് പാത്രം വെച്ച് ഒന്ന് സ്റ്റൗ ഓണാക്കിയതാണ്. കുഴച്ചെടുത്തതിന് ശേഷം വാട്ടിയ വാഴയില ഇതുപോലെ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് നനവുണ്ടാവണം. അപ്പോൾ ഈ മാവ് നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഒന്ന് വെള്ളത്തിൽ തൊട്ട് നനച്ചതിന് ശേഷം ഈ മാവ് ഒരു ഉരുളയെടുത്ത് മൊത്തത്തിൽ ഇങ്ങനെ പരത്തി കൈകൊണ്ട് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഈ നമ്മൾ വിളയിച്ച് മാറ്റി വെച്ച ഈ ഒരു കൂട്ടും കൂടെ അതിൻ്റെ പുറത്ത് വയ്ക്കുക. അതാണ് അതിൻ്റെ ഒരു ഫില്ലിംഗ് ആയിട്ട് വയ്ക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് മടക്കിയെടുക്കുകയാണേ. അതായത് രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ട് സൈഡും ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നല്ല സെറ്റായിട്ട് അവിടെ ഇതിപ്പോൾ ഇതിൽ കാണുന്നത് പോലെയാണ്. മടക്കാൻ അറിയാത്തവർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇങ്ങനെ രണ്ട് സൈഡും ആദ്യം ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ടും ഞാൻ ഒറ്റ കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടുണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒറ്റ കൈ രണ്ട് കൈ കൊണ്ട് മടക്കിയാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഒറ്റ കൈ കൊണ്ട് കൂടി മടക്കിയത് കൊണ്ടാണ് അത് ഇങ്ങനെ ആയിപ്പോയതേ. അപ്പോൾ മോൻ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ അവനും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇരിപ്പാണ്. ലാസ്റ്റ് ഒരെണ്ണം അവന് ഉണ്ടാക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൂടെ ഇരിപ്പാണ്. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഫുൾ മാവും ഏകദേശം ഇങ്ങനെ ഉണ്ടാക്കി മാറ്റി വെച്ചു. അതിനുശേഷം ലാസ്റ്റ് ഒരെണ്ണം അവന് ഉണ്ടാക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് മടക്കി. അപ്പോഴത്തേക്ക് ഇത് മടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെള്ളം ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഇരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഇതിലോട്ട് ആവി കയറും, അതായത് വെള്ളം ഒന്ന് തിളച്ച് വരും. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് വെള്ളം ചൂടാവാൻ വേണ്ടി വച്ചിട്ട് ഇഡലി തട്ട് വച്ചിട്ടിരുന്നത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കുകയാണ്. വാഴയിലയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. വാഴയില ഈ വെന്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു നെയ്യും ശർക്കരയും തേങ്ങയും അതിൻ്റെ എല്ലാം കൂടെ ഒരു മണം, വാഴയിലയുടെ മണം നമുക്ക് ഭയങ്കരമായിട്ട് നല്ല ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ വരും. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. നല്ല ഇങ്ങനെ പരത്തുമ്പോഴും നമ്മൾ മാക്സിമം ഇങ്ങനെ കനം കുറച്ച് പരത്തിയെടുക്കണം കേട്ടോ, എന്നാലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ ഒത്തിരി കട്ടിയായി പോയാൽ നമുക്ക് കഴിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടും. മറ്റേ നമ്മൾ ഈ ഇല ഇങ്ങനെ വെന്തതിന് ശേഷം അതിനിങ്ങനെ നല്ലതായിട്ട് അതിങ്ങ് വിട്ട് വരും. അതായത് ഈ ഇലയപ്പം അതുപോലെ ആ മടക്കി വെച്ചിരിക്കുന്ന അതേ ഷേപ്പിൽ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനു മുമ്പ് വാട്ടിയ ഇലയിൽ കുറച്ചൊന്ന് വെള്ളം നനച്ചതിന് ശേഷമേ ഈ മാവൊന്ന് വെച്ച് പരത്താവുള്ളേ. ഇല്ലെങ്കിൽ ഈ മാവും ഇലയുമായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ വെള്ളം ഒന്ന് തൊട്ട് ഇങ്ങനെ ആ ഇലയിലൊന്ന് തേച്ചതിന് ശേഷം മാവ് വയ്ക്കുന്നതും അതിന് പുറത്ത് ഈ കൂട്ട് ആ ഒരു ഫില്ലിങ് വയ്ക്കുന്നതും. ഫില്ലിങ് വെച്ച് നന്നായിട്ട് മടക്കിയെടുക്കുക. നന്നായിട്ട് മടക്കിയെടുത്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡ് മടക്കുക, തിരിച്ച് മടക്കുക. അങ്ങനെ മടക്കി ലാസ്റ്റ് ഒരാൾ മടക്കാനിരിപ്പുണ്ടേ. അറിയില്ലെങ്കിലും ഞാൻ മടക്കുന്നത് കണ്ട് അങ്ങനെ മടക്കുന്നതാണ്. കുഞ്ഞി കൈ കൊണ്ട് ഇങ്ങനെ മടക്കുകയാണ്. രണ്ട് സൈഡും ഇങ്ങനെ മടക്കി അത് അവനെ വിട്ട് ചെയ്യിപ്പിച്ചപ്പോൾ അവന് ഭയങ്കര ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ലാസ്റ്റ് ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. അങ്ങനെ മടക്കി അതിന് ശേഷം എല്ലാം നേരത്തെ തന്നെ വെള്ളം വച്ചിരുന്നത് കൊണ്ട് ആവി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് പെറുക്കി വെച്ചു.
ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വേവിക്കുക. ഒരു അരമണിക്കൂർ വേണം. കാരണം എന്നാലേ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒരു ഇടവിട്ട രീതിയിൽ വയ്ക്കണം, ആവി അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ വേകാതിരിക്കുക. അപ്പോൾ അതിനെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. വേവിച്ചിട്ട് കാണിച്ചു തരാമേ വെന്തത് എങ്ങനെയാണെന്ന് നോക്കണേ. ഇതാ കണ്ടോ, വെന്ത് കണ്ടോ, ഇലയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി എടുക്കുമ്പോൾ കണ്ടോ, അതായത് ഇലയായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കില്ല. വെള്ളം ആദ്യമേ കണ്ടോ ഇങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും നമുക്ക്. അതിനെ ഇങ്ങനെ ഇളക്കി കയ്യിലെടുക്കാൻ പറ്റും. കണ്ടോ, ഇളക്കി കയ്യിലെടുത്ത് മുറിച്ച് കാണിച്ചു തരാമേ. കണ്ടോ, കനമില്ല, തീരെ കനയില്ലാതെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു